ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോക്കയെക്കുറിച്ചിട്ടാണ്. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്ത, നിമിഷ് രവി സിനിമാറ്റോഗ്രാഫി ചെയ്ത, ജെയ്ക്സ് ബിജോയ് മ്യൂസിക് ചെയ്ത, ചമൻ ചാക്കോ എഡിറ്റ് ചെയ്ത ലോക്ക ഇറങ്ങിയിരിക്കുന്നത് ഓണം റിലീസായിട്ട് ഓഗസ്റ്റ് 28-നാണ്. അപ്പം ഈ പടം അന്ന് രാത്രി തന്നെ ഞാൻ കണ്ടിരുന്നു. പിന്നെ റിവ്യൂ ഇടാൻ വൈകിപ്പോയി. പടം ഒരു രക്ഷയില്ലാത്ത പടമാണ്. ഇങ്ങനെ ഒരു പടം മലയാളത്തിൽ വന്നിട്ടില്ല. മിന്നൽ മുരളി ഉണ്ടെങ്കിലും മിന്നൽ മുരളി അതിൻ്റേതായ ബഡ്ജറ്റ് പ്രശ്നവും പടം നല്ലതാണെങ്കിൽ കൂടിയും ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി ലെവൽ VFX അങ്ങനെ കൊണ്ടുവരാൻ മിന്നൽ മുരളി കഴിഞ്ഞിട്ടില്ല. സ്റ്റോറി ഇപ്പോഴും എനിക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. പക്ഷേ സ്റ്റോറി വൈസ് മിന്നൽ മുരളി തന്നെയാണ് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. ലോക്ക സ്റ്റോറിയിൽ ചില ഇതുണ്ട്. ഒരു മനസ്സിൽ നിൽക്കുന്ന പടം എന്നതിലുപരി നമ്മൾ കൊടുത്ത പൈസക്കുള്ള പടം, പൈസ എറിഞ്ഞത് കാണാനുള്ള പടമാണ് ലോക്ക. കല്യാണിയായെങ്കിൽ ഈ റോള് കല്യാണി അല്ലാതെ വേറെ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. കാരണം ഇതേ ഫിസിക്സും കല്യാണിയുടെ അതേ ഫിസിക്കൽ ക്വാളിറ്റിയുള്ള ആരും ഉണ്ടാവില്ല. അതേപോലെ തന്നെ കല്യാണിൻ്റെ മുമ്പത്തെ പടമൊക്കെ എനിക്ക് അഭിനയം തീരെ പിടിക്കില്ല. കാണാൻ കൊള്ളാമെങ്കിലും അഭിനയം കൊള്ളാറില്ലായിരുന്നു. പക്ഷേ ഈ പടത്തിൽ കാണാനും കൊള്ളാം, അഭിനയം കൊള്ളാം. പിന്നെ ഉള്ളത് നെസ്ലിൻ, അവൻ്റെ ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ് എല്ലാം നന്നായിട്ട് ചെയ്തു. പിന്നെ പടത്തിൽ ഗസ്റ്റ് റോൾസ് ഉണ്ട്. ഗസ്റ്റ് റോൾസ് എല്ലാം പടത്തിൽ വരുന്നുണ്ട്. അവരുടെ ക്യാരക്ടറൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ചാപ്റ്ററിൽ അവർക്കൊന്നും ചെയ്യാനില്ലാത്ത പോലെ തോന്നി. മെയിൻ കഥയുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. സെപ്പറേറ്റ് ആയിട്ട് വന്നു പോകുന്നതല്ലാണ്ട് ഇനിയുള്ള ചാപ്റ്റർ 2 വരുവാണെങ്കിൽ മിക്കവാറും ഒരു കൽക്കി ലെവലായിരിക്കും വരാൻ പോകുന്നത്. ആ കൽക്കി ലെവൽ റിലീസ് എല്ലാം തൂക്കി ഒടിക്കും. പിന്നെ ഇതിനെ എടുത്ത് പറയാൻ നിൽക്കുന്നത് ഇതിൻ്റെ കല്യാണിയുടെ ചെറുപ്പകാലം ചെയ്ത കുട്ടിയാണ്. ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ പോലും ആ കുട്ടിക്കില്ല. ഇത്ര നന്നായി അഭിനയിച്ചു. സാധാരണ നമ്മളൊരു ചെറിയ കുട്ടി ഒരാളെ അടിക്കുന്നത് കാണുമ്പോൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷേ ഈ പടത്തിൽ ആ കുട്ടിയുടെ എനർജി കാരണം ഒരാനയെ വരെ തളച്ചിടാൻ ആ കുട്ടിക്ക് കഴിയുമെന്ന് നമുക്ക് തോന്നിപ്പോകും. അച്ചാതി പെർഫോമൻസാണ്. അപ്പം പടം തുടങ്ങിയത് മുതൽ അവസാനം വരെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയില്ല. അതിന് കാരണം നിമിഷയുടെ സിനിമാറ്റോഗ്രാഫിയാണ്. ബാംഗ്ലൂർ നിന്നാണ് ഈ കഥ നടക്കുന്നത് നമുക്കൊരിക്കലും തോന്നില്ല. ഒരു ടോക്കിയോ, നമ്മുടെ നിമിഷ് രവി പ്രൊഡക്ഷൻ ഡിസൈനറും കൂടി ബാംഗ്ലൂരിനെ ഒരു ടോക്കിയോ ആക്കി മാറ്റി, മിനി ടോക്കിയോ.